ഇന്നൊരു ചിക്കൻ റെസിപ്പിയാണ്. അതിനായി ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു നാരങ്ങയുടെ നീര് എന്നിവ ചേർത്ത് ചിക്കൻ മിക്സ് ചെയ്ത് 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായി മാറ്റിവെക്കാം. ഇനി ഇത് 20 മിനിറ്റിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി പാൻ ചൂടാകുമ്പോൾ ഓയിൽ ഒഴിച്ച് ചിക്കൻ ഇട്ട് തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കനെല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഓയിലിലേക്ക് ഞാൻ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് കൂടി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി പാനിൽ നിന്ന് ഓയിൽ കുറച്ച് മാറ്റിയ ശേഷം 2 സ്പൂൺ ഓയിൽ എടുത്ത് അതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് വഴറ്റാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1/2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും 2 പച്ചമുളകും 3-4 ചുവന്നുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് വഴറ്റാം. ഇനി ഇതിലേക്ക് 2 തക്കാളി ചോപ്പ് ചെയ്തത് ചേർത്ത് വഴറ്റാം. എല്ലാം നന്നായി വഴണ്ടു കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് വഴറ്റാം. ഇനി കുറച്ച് വെള്ളം ചേർക്കാം. 1/2 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. ഇതിനി അടച്ചു വെച്ച് തിളച്ച് കഴിയുമ്പോൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് ഒന്ന് അടച്ചു വെച്ച് 1 മിനിറ്റ് കഴിഞ്ഞ് തുറന്നിളക്കി മിക്സ് ചെയ്ത് മസാലയെല്ലാം ചിക്കനിൽ പിടിക്കാൻ വേണ്ടി ഒന്ന് അടച്ചു വെക്കാം. ഇനി ഇതിലേക്ക് ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ കുറച്ചൊഴിച്ച് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചാലും മതി. ഫ്രഷ് ക്രീമും തേങ്ങാപ്പാലും ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇത് ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാകും.